में आने के लिए परमेश्वर हर एक अच्छा अनुभव के लिए परमेश्वर को धन्यवाद देता हूँ। ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर की हर एक भलाइयों के लिए परमेश्वर को धन्यवाद देता हूँ। ദൈവം തരുന്ന എല്ലാ നന്മകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. आमीन प्रेज़ लॉर्ड। कल से हमारे इधर आमीन कुछ मेहमान भी आ रहे हैं, इसके लिए सुबह उन्हें स्टेशन पिक करने के लिए भी जाना है। इसके लिए आज के लिए मैंने मीटिंग के लिए परमेश्वर के दास से मांगा। बड़े प्यार से आमीन परमेश्वर के दास उसके लिए सहमत हो गया। हृदय की गहराई से धन्यवाद देते हैं। നാളെ മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ അതിഥികൾ ഉള്ളത് കൊണ്ടും രാവിലെ സ്റ്റേഷനിലൊക്കെ പോകേണ്ടത് കൊണ്ടും കർത്തൃദാസനോട് അപേക്ഷിച്ചപ്പോൾ സ്നേഹത്തോടെ ഇന്നത്തെ കാര്യങ്ങൾ ആമേൻ അനുവദിക്കുവാൻ ഇടയായി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. हालेलुया। आपके प्यार के लिए हम धन्यवाद देते हैं। നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. आमीन। आपकी प्रार्थनाएं हमारे लिए बहुत ही अनुग्रह का कारण है। നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. निरंतर आपकी प्रार्थनाओं में हमें उठाए रखिएगा। വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. आमीन। जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വേഗത്തിൽ വചനത്തിലേക്ക് കൊണ്ടുവരാം. आमीन। पहला कोरिन्थी उसके 9 अध्याय उसके 24 आयत की ओर हमारे ध्यान हम लेकर आएंगे। पहला कोरिन्थी उसके 9वें अध्याय उसके 24 आयत की ओर हमारे ध्यान हम लेकर आएंगे। 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. आमीन प्रेज़ लॉर्ड। जो दौड़ते हैं अनेक दौड़ते हैं लेकिन एक ही उसके प्रेज़ लॉर्ड विजय प्राप्त करता है करके यहाँ पर लिखा गया है। ഓടുന്നവർ അനേകർ ഓടുന്നെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന വചനം പറയുന്നു. लेकिन पौलुस कहता है कि आमीन चाहे एक ही आमीन उसमें विजय पाएगा, लेकिन आप ऐसा दौड़े ताकि आप उसमें विजय होते रहे। ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് പറയുകയാണ് നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. आमीन। हमारे मसीह जिंदगी एक दौड़ है, वो हम जानना बहुत जरूरी है। നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണെന്നുള്ളത് നമ്മൾ അറിയണം. वो एक खेल का मैदान नहीं है बल्कि एक युद्ध का मैदान भी है। അതൊരു കളിക്കളമല്ല, അതൊരു പോർക്കളമാണെന്ന് നമ്മൾ അറിയണം. और मसीह जिंदगी को प्रेज़ लॉर्ड एक दौड़ के साथ भी जोड़कर आमीन पौलुस स्मरण दिलाता है। ക്രിസ്തീയ ജീവിതത്തെ പൗലോസ് ഒരു ഓട്ടത്തോട് അനുമാനിച്ച് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. और हमें इसके लिए नहीं बुलाया है ताकि हम बैठे हम देखते रहे और दूसरों के साथ हम कंपेयर करते रहे। नहीं नहीं, बल्कि पौलुस कहता है कि उठो और दौड़ो। परमेश्वर के लिए दौड़ने के लिए परमेश्वर हमसे चाहता है। നമ്മളെ വിളിച്ചിരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഇരിക്കാനും മറ്റുള്ളവരെ നോക്കാനും അവരെ വെച്ച് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുവാനും ഒന്നുമല്ല നമ്മളെ വിളിച്ചത്. എണീച്ച് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാനാണ് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. काफी बार हम लोगों के साथ हम कंपेयर करते हैं कि वो ऐसा करता है मैं ऐसा करता हूँ, वो ऐसा कर पाता है मैं ऐसा क्यों नहीं कर पाता हूँ। उससे भी ज्यादा मैं परमेश्वर के लिए कर रहा हूँ। हम कंपेयर करते हैं, संसार के साथ हम कंपेयर कर रहे हैं और परमेश्वर के सामने हम काफी बार विश्वास योग्य नहीं हो पाते हैं। നമ്മൾ മറ്റുള്ളവരുമായി എപ്പോഴും താരതമ്യപ്പെടുത്തുന്ന സ്വഭാവം നമുക്കുണ്ട്. അവൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ അവൻ അത്രമാത്രം ചെയ്തു, ഞാൻ അതിലപ്പുറമായി ചെയ്തു. അങ്ങനെ മറ്റുള്ളവരുമായും ലോകമനുഷ്യരുമായും ഒക്കെ താരതമ്യപ്പെടുത്തി നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും നമ്മൾ നയിക്കുന്നത്. हालेलुया। पास्टर वो चर्च में नहीं आया लेकिन मैं तो चर्च में आया। हालेलुया। प्रेज़ लॉर्ड। हम कंपेयर करते हैं और ऐसा लगता है कि हम किसी से बड़ा श्रेष्ठ कार्य कर लिया। नहीं, पौलुस कहता है कि कंपेयरिंग करने के लिए नहीं बुलाया है, बल्कि हमारे सामने एक दौड़ रखा है, एक रेस रखा है। उस दौड़ को हम सही प्रकार दौड़ना बहुत जरूरी है। നമ്മൾ പറയും ഇന്നവനെ കണ്ടില്ലേ, അവൻ ചർച്ചിൽ പോലും വരുന്നവനല്ല. ഞാൻ റെഗുലറായി ചർച്ചിൽ വരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പറച്ചിൽ കേട്ടാൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ എന്തോ വലിയ കാര്യം ചെയ്ത് നേടിയവരെ പോലുള്ള ഭാവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്
അങ്ങനെ ചിന്തിക്കുവാനല്ല നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ ഓടണം. I mean, केवल वही नहीं, वो ऐसा भी स्मरण दिलाता है कि हम ऐसा दौड़े कि हम विजय हो जाए, वैसा पूरे सामर्थ के साथ हम दौड़ना बहुत जरूरी है. അതും വെറുതെ ഒരു ഓട്ടത്തെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് നിങ്ങളും വിരുദ് പ്രാപിക്കത്തക്കവണ്ണം ഓടണമെന്നാണ്. हालेलुया. यहाँ पर बैठे हुए एक एक लोगों के द्वारा परमेश्वर चाहते हैं कि हम विजय हो जाए, और हम दौड़ना है तो केवल प्रेज़ लॉर्ड एक दिशा की ओर देखकर हमारा दौड़ पूरा करना जरूरी है. ആമേൻ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടണമെന്നും ഓടേണ്ട ദിശയിൽ ഓടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. फिलिपियों के पत्री उसके 3 अध्याय उसके 14th आयत को भी हम देखेंगे. फिलिपियंस चैप्टर 3 वर्सेस 14. हालेलुया. प्रेज़ लॉर्ड 3 का 14 हम जल्दी से देखेंगे. फिलिपियों के पत्री ഫിലിപ്പിയ ലേഖനം 3:13. സഹോദര 14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. एक काम मैं करता हूं कि जो पीछे है उसे छोड़कर आगे की ओर मेरे लक्ष्य की ओर हम रिसोर्ट में मेरा दौड़ को दौड़ रहा हूं करके प्रेरित पौलुस हमें स्मरण दिलाता है. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് നമ്മോട് പറയുകയാണ്. बहुत कुछ ऐसे चीजें हैं जो हमें पीछे की ओर खींच सकता है, लेकिन पौलुस कहता है कि जो पीछा छूट गया है उसे मैं छोड़ देता हूं. उसकी ओर देखकर मेरा समय वेस्ट करने के लिए मेरे पास नहीं है. मेरे आगे एक दौड़ रखा है, उस दौड़ की ओर मैं दौड़ रहा हूं ताकि मैं उसको पूरा कर पाऊं. പുറകിലേക്ക് ചിന്തിച്ച് നോക്കുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേൻ. എന്നാൽ അതിലേക്കൊന്നും നോക്കുവാൻ പൗലോസ് താല്പര്യപ്പെടുന്നില്ല. അതിലേക്ക് നോക്കിയാൽ തന്റെ ഓട്ടം ആമേൻ ഓടുവാൻ തനിക്ക് കഴിയുകയില്ലെന്ന് മനസ്സിലാക്കി പൗലോസ് പറയുകയാണ്, ഞാൻ മുന്നിലേക്ക് എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. बीता हुआ कल के बारे में हम सोचते रहेंगे तो कभी भी हम आगे की ओर सही प्रकार दौड़ नहीं पाएंगे. കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം നമ്മൾക്ക് ഓടുവാൻ കഴിയത്തില്ല. हमें सोचकर देखिएगा, एक एथलीट जब दौड़ रहा है वो आगे की ओर बड़े तेजी के साथ दौड़ रहा है, लेकिन दौड़ते दौड़ते यदि पीछे मुड़कर देख लिया तो क्या हो सकता है. ഒരു ഓട്ടക്കാരനെ നിങ്ങൾ ഭാവനയിൽ കാണുക. അവൻ നല്ല വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വട്ടം തിരിഞ്ഞു നോക്കിയാൽ അവന്റെ വേഗതയെ നന്നായി അത് ബാധിക്കും. हालेलुया. एक बार वो पीछे की ओर मुड़ा तो उसका स्पीड एकदम कम हो जाएगा. അവൻ ഒരു വട്ടം തിരിഞ്ഞു നോക്കിയാൽ അവന്റെ വേഗത കുറയും. केवल वही नहीं, देखते देखते शायद वो गिर भी सकता है, वो आगे दौड़ने का सामर्थ्य शायद नष्ट हो सकता है. അവൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അവൻ ഓടി വീഴുവാനും സാധ്യതയുണ്ട്. I mean, आगे की ओर दौड़ने वाला पीछे की ओर देखेगा तो शायद गिर जाएगा. മുന്നോട്ട് ഓടുന്നവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഉറപ്പായിട്ടും വീഴും. और बाइबल भी यही सिखाता है. उसका बहुत एक अच्छा नमूना भी है. लोत का पत्नी जब दौड़ रहे थे, पीछे नहीं मुड़ना करके कहा, जैसे ही पीछे की ओर मुड़ा फिर आगे वो दौड़ ही नहीं पाए. ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ബൈബിളിൽ നമ്മൾ ലോത്തിന്റെ ഭാര്യയെ കാണുന്നുണ്ട്. പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞ് ഓടുന്ന ഓട്ടത്തിൽ അവൾ തിരിഞ്ഞു നോക്കുവാനിടയായി തീർന്നു. हालेलुया. जैसे ही पीछे की ओर मुड़ा फिर आगे वो दौड़ ही नहीं पाए. അവിടെ തിരിഞ്ഞു ഒരു പ്രാവശ്യം നോക്കിയതേ ഉള്ളൂ, പിന്നെ അവളുടെ ഓട്ടം കഴിഞ്ഞുപോയി, खत्म हो गया. फिर आगे की ओर वो आगे दौड़ ही नहीं पाया. അവളുടെ ഓട്ടം അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നെ ഒരു ഓട്ടം അവൾക്കുണ്ടായില്ല. पौलुस कहता है कि मैं पीछे की ओर देखने के बारे में तो मैंने छोड़ ही दिया, बल्कि मेरा लक्ष्य आगे की ओर है. जिन्होंने मेरे आगे आगे दौड़ पूरा किया है, उस मसीह यीशु की ओर देखते हुए मैं मेरा दौड़ पूरा कर रहा हूं. പുറകോട്ട് നോക്കുന്ന കാര്യം ഞാൻ വിട്ടുകളഞ്ഞു. പൗലോസ് പറയുകയാണ്, എനിക്ക് മുന്നിൽ ഒരു ഓട്ടം വെച്ചിരിക്കുന്നു, ആ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. इब्रानियों की पत्री उसके 12वें अध्याय उसके 1 से लेकर 3 तक की आयतों को भी हम जल्दी से देखेंगे. इब्रानियों की पत्री उसके 12वें अध्याय उसके 1 से लेकर 3 तक के आयतों को. എബ്രായ ലേഖനം 12:1 മുതൽ 3 വരെ. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. हालेलुया. हमें मनन करने के लिए प्रेस लॉर्ड एक मसीह यीशु है जिन्होंने इस सारे दर्दों से होकर गया है. നമുക്ക് ഓർക്കുവാൻ, നമ്മൾക്ക് നോക്കുവാൻ ഒരുവനുണ്ട്, സകല കഷ്ടവും അപമാനവും സഹിച്ച ഒരു കർത്താവ്. I mean, consider him who endured such oppositions from sinners करके वहां पर लिखा गया है. इस सारे क्लेशों से होकर गया हुआ एक मसीह यीशु है. यीशु को देखकर हमारे दौड़ को पूरा करने के लिए बुलाया गया है. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം മുഴുവനും സഹിച്ച ആ കർത്താവിനെ നോക്കുവാൻ, ആ നോട്ടത്തിൽ ഓടുവാനാണ് നമ്മളോട് പറഞ്ഞത്. हमारे चारों ओर बादल समान, प्रेस लॉर्ड, उस हालेलुया गवाहों का बड़े बादल हमारे चारों ओर है. हालेलुया प्रेस लॉर्ड. उन्होंने जिस दौड़ को पूरा किया है उसकी ओर भी देखना है. आई मीन, उसके द्वारा हम प्रोत्साहन पाना है. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ആമേൻ. അവരോട്ടം ഓടിയവർ അനേകരുണ്ട്. അവരെ നോക്കി നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്കും ഓടുവാൻ കഴിയട്ടെ എന്ന് നമ്മളോട് പറയുകയാണ്. हालेलुया. यहाँ पर उस 11वें अध्याय जब हम पढ़ते हैं, वहां पर प्रेस लॉर्ड हीरोज ऑफ फेथ के बारे में हम पढ़ रहे हैं. ഇതിന്റെ 11ാമത്തെ അധ്യായത്തിൽ മുഴുവനും വിശ്വാസ വീരന്മാരെ കുറിച്ച് വർണ്ണിച്ചിരിക്കുക. क्योंकि 12वें अध्याय की शुरुआत में therefore करके लिखा गया है. हालेलुया. उसका मतलब उससे पहले कुछ लिखा था, उसका कंटिन्यूएशन इस 12वें अध्याय का पहले याद में बताया गया है. 12ാം വാക്യം തുടങ്ങുന്നത് ആകയാൽ എന്ന് പറഞ്ഞാണ്. അതിന്റെ അർത്ഥം അതിന് മുന്നിട്, അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾക്ക് കാണാം. हालेलुया. कुछ बातों को 11वें अध्याय में बताया और उसके कंटिन्यूएशन उस 12वें अध्याय में बताया गया है. ഒരുപാട് കാര്യങ്ങൾ 11ാം അധ്യായത്തിൽ വർണ്ണിച്ചതിന് ശേഷം അതിന്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് 12ാം അധ്യായം എഴുതിയിരിക്കുന്നത്. हालेलुया. वहां पर 11वें अध्याय में हीरोज ऑफ फेथ के बारे में हम पढ़ रहे हैं. 11ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. हालेलुया. वे हीरोज ऑफ फेथ तो थे, विश्वास के उस योद्धा तो थे, लेकिन वे कभी भी अपने जिंदगी में परफेक्ट नहीं थे, बल्कि उनके जिंदगी में काफी हमें नीचाई के अनुभव हुआ, उस ऊंचाई के अनुभव हुआ. हर एक प्रकार की परिस्थितियों से वे होकर गए हुए लोग हैं. അവർ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരുന്നുവെങ്കിലും അവരുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടായിരുന്നു. ഉയർച്ചകളും താഴ്ചകളും പരാജയങ്ങളും ഒക്കെ വന്ന അനുഭവങ്ങൾ ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. वहां पर हम बड़े ध्यान से जब पढ़ते हैं, they failed, they stumbled, I mean they made wrong decisions. हालेलुया. काफी बार वे गिरे हैं, काफी बार ठोकर खाए हैं, काफी बार गलत निर्णय उनके जिंदगी में लेना पड़ा है, लेकिन फिर भी परमेश्वर का वचन उन्हें हीरोज ऑफ फेथ बताया जा रहा है. അവരെ കുറിച്ച് പലയിടത്തിലും നമ്മൾ വായിക്കുന്നത്, അവർ പല തീരുമാനങ്ങളിലും തെറ്റിപ്പോയി, അവർ പലയിടത്തും വഴുതിപ്പോയി, അവർ തട്ടി വീണു, അങ്ങനെ പരാജയം സംഭവിച്ച അനുഭവങ്ങൾ അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. लेकिन यहाँ पर उस 11वें अध्याय में 21 बार 21 टाइम्स लिखा गया है बाय फेथ, विश्वास के साथ करके लिखा गया है. എന്നാൽ ഈ 11ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഏകദേശം 21 പ്രാവശ്യം പിന്നെയും പിന്നെയും എഴുതിയിരിക്കുന്നത് കാണുന്നു, വിശ്വാസത്താൽ എന്ന്. I mean, वे अपने बल से नहीं है, वे अपने टैलेंट से नहीं है. हालेलुया. परफेक्शन के साथ नहीं किया, बल्कि वहां पर बार बार लिखा जा रहा है कि बाय फेथ, वो विश्वास के साथ, वे विश्वास के साथ करके वहां पर लिखा गया है. അവരവരുടെ കഴിവും പ്രാപ്തിയും തികവും കൊണ്ടല്ല, അവിടെ വീണ്ടും വീണ്ടും എഴുതിയിരിക്കുകയാണ്, അവർ വിശ്വാസത്താൽ അത് ചെയ്തു എന്ന് നമ്മൾ വായിക്കും. हमारे सामने रखा हुआ उस दौड़ अपने काबिलियत पर हम नहीं कर पाएंगे, बल्कि परमेश्वर की ओर के निर्भरता में, उस परमेश्वर की ओर के डिपेंडेंस में ही इस दौड़ को हम पूरा कर पाएंगे. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടണമെങ്കിൽ
നമ്മുടെ കഴിവും പ്രാപ്തിയും കൊണ്ട് നമ്മൾക്ക് ഓടുവാൻ നിശ്ചയമായും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ആമേൻ, ദൈവത്തിലുള്ള ആശ്രയം മുഴുവനായി ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് ഉറച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടം നമ്മൾക്ക് ഓടുവാൻ കഴിയുകയുള്ളൂ. एक बात और स्मरण दिलाना चाहता हूं कि 11वें अध्याय में बहनों के बारे में भी 2-3 बार बताया है. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 11ാം അധ്യായത്തിൽ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. उसका मतलब बहन भी दौड़ रहे हैं, केवल भाई नहीं दौड़ रहा है, बहनों भी इस दौड़ में शामिल हैं. അതിന്റെ അർത്ഥം ആമേൻ, കേവല സഹോദരന്മാർക്ക് മാത്രമല്ല ഓട്ടം വെച്ചിരിക്കുന്നത്, സഹോദരിമാരും അവരവരുടെ ഓട്ടം ഓടണം എന്നുള്ളതാണ്. आपका विश्वास, आपकी प्रयत्न, आपका प्रार्थना, आपका दौड़ परमेश्वर आदर करता है. നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ആമേൻ എല്ലാം ആമേൻ ഉറപ്പും എല്ലാം ആമേൻ ആ ഓട്ടത്തിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. हालेलुया. हमारे दौड़ परमेश्वर देख रहा है और परमेश्वर में आदर करने वाला परमेश्वर है. നമ്മുടെ ഓട്ടം കർത്താവ് കാണുന്നുണ്ട്. നമ്മൾക്ക് മാന്യത ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. हालेलुया. इसके लिए हमारे दौड़ भी हम सही प्रकार हम दौड़ नहीं पाए. അതുകൊണ്ട് നമ്മുടെ ഓട്ടം ആമേൻ നന്നായി ഓടുവാനിടയാകട്ടെ. 11वें अध्याय में काफी लोगों के बारे में बताया है. अब्राहम के बारे में लिखा है, जिन्होंने दौड़ तो शुरू किया, अपने ही घर ऊर को छोड़कर हालेलुया उस वायदा के देश की ओर वो यात्रा कर रहा है. ആ 11ാം അധ്യായത്തിൽ നമ്മൾ അബ്രഹാമിനെ കാണുന്നുണ്ട്. അബ്രഹാം തന്റെ സ്വന്തം ദേശമായ ഊർ ദേശം വിട്ട് തനിക്കുണ്ടായിരുന്നതിനെ എല്ലാം വിട്ട് ആമേൻ കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി തിരിച്ചു. लेकिन हारान में आकर रुक गया. हारानिल वंद तामसिച്ചു. और जो परमेश्वर ने अनुमति नहीं दिया वो कार्य उसके जिंदगी में होने के लिए उसने अनुमति दे दिया. തന്റെ ജീവിതത്തിൽ ദൈവികമായി ആമേൻ ഉണ്ടായിരുന്നതല്ലാത്ത ഒരു കാര്യത്തിലേക്ക് താൻ ഇടപെടുവാനിടയായി. हालेलुया. हागार के साथ प्रेज द लॉर्ड हालेलुया शामिल होने के कारण प्रेज द लॉर्ड बहुत बड़े गलती वहां पर हो रहा है. ഹാഗാറുമായി താൻ ചേർന്നത് നിമിത്തം ഒരു വലിയ തെറ്റ് അവിടെ സംഭവിപ്പാനിടയായി. लेकिन फिर भी उसने उस दौड़ को पूरा किया. परमेश्वर के सामने आकर वो कबूल कर रहा है और परमेश्वर उन्हें मदद कर रहा है बाकी के दौड़ने के लिए. എന്നാൽ അവിടം വെച്ച് അബ്രഹാം ആ കാര്യം സംഭവിച്ചത് കൊണ്ട് തന്റെ ഓട്ടം താൻ നിർത്തിപ്പോയില്ല. ആമേൻ, ദൈവത്തോട് ഏറ്റുപറഞ്ഞ ദൈവവുമായി നിരന്ന് തന്റെ ഓട്ടം താൻ മുന്നോട്ട് ഓടുന്നതായി നമ്മൾ കാണുന്നു. मूसा के बारे में लिखा गया है, वो दौड़ तो रहा था लेकिन बड़े डर के साथ वो दौड़ रहा था. മോശയെ കുറിച്ച് നമ്മൾ കാണുന്നത് മോശയുടെ ഓട്ടത്തിൽ അവൻ വളരെ ഭയന്നാണ് തന്റെ ഓട്ടം ഓടിയത്. क्योंकि उसने एक मिस्रैमी को मार डाला और फिर वो उस राज्य में रह नहीं पाएंगे, इसके लिए मरुभूमि की ओर मिद्यान की ओर वो अपने जान बचाने के लिए भाग रहा है. മോശ ഒരു മിസ്രയീമിനെ കൊന്നത് നിമിത്തം ആമേൻ അവിടെ നിന്ന് പേടിച്ച് താൻ മിദ്യാനിലേക്ക് ഓടിപ്പോകുവാനിടയായി മരുഭൂമിയിലേക്ക് ഭയത്തോടെ ഓടുന്ന ഒരു ഓട്ടം നമ്മൾ മോശയെ കുറിച്ച് കാണുന്നുണ്ട്. लेकिन उस 11वें अध्याय के 24 से 27 तक लिखा गया है, yet by faith he chose suffering. हालेलुया. उसने उस पीड़ा सहने के लिए तैयार हो गया करके वहां पर लिखा गया है. എന്നാൽ നമ്മൾ 32ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ, ആ കഷ്ടത സഹിക്കുന്നത് നല്ലതെന്ന് മോശ തിരഞ്ഞെടുക്കുവാനിടയായി. आमीन. शिमशोन के बारे में बताया गया है कि वो मॉरली फेलियर उसने अनुभव किया. प्रेज लॉर्ड. केवल वही नहीं, गलत निर्णयों को लिया. इसके लिए बहुत प्रेज लॉर्ड उस नीचाई के अनुभव से होकर जाना पड़ा. ശിംശോന്റെ ജീവിതത്തിലും ആമേൻ പല പരാജയങ്ങളും തെറ്റായ തീരുമാനങ്ങൾ എടുത്തത് നിമിത്തം അനുഭവിച്ച ഭവിഷ്യത്തുകളും നമ്മൾ വായിക്കുന്നുണ്ട്. लेकिन फिर भी शिमशोन अपना दौड़ को पूरा करने के लिए प्रयास कर रहा है. എന്നാൽ ആമേൻ ശിംശോനും തന്റെ ജീവിതത്തിൽ തന്റെ ഓട്ടം ഓടി തീർക്കുവാനായി പ്രയത്നിക്കുന്നുണ്ട്. आमीन. राहाब नाम के स्त्री के बारे में हम जानते हैं, शी वाज ए प्रोस्टिट्यूट करके वहां पर लिखा गया है. വേശ്യയായിരുന്ന രാഹാബിനെ കുറിച്ച് നമ്മൾക്കറിയാം. उसके प्रेज लॉर्ड बीता हुआ कल प्रेज लॉर्ड बड़े कठिनाई का समय था, लेकिन प्रेज लॉर्ड परमेश्वर ने राहाब को चुन लिया और फिर वे परमेश्वर की ओर निर्भर होते हुए वे आगे की ओर बढ़ रही हैं. അവളുടെ കഴിഞ്ഞുപോയ ജീവിത കാലഘട്ടം അവൻ വലിയ വേദനയുടെ പരാജയത്തിന്റെ ഒരു സമയമായിരുന്നു. എന്നാൽ ആമേൻ, അവൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള അവളുടെ ഓട്ടം അത് അവൾ നന്നായി ഓടി തീർക്കുവാനിടയായി. क्या हमारा भरोसा परमेश्वर पर है? हालेलुया. वो परमेश्वर की ओर देखते हुए हमारे दौड़ पूरा करने के लिए हमें उसने बुलाया है. നമ്മുടെ ആശ്രയം കർത്താവിലാണോ?
ആമേൻ മുഴുവൻ ആശ്രയവും കർത്താവിൽ അർപ്പിച്ച് നമ്മുടെ ഓട്ടം ഓടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. हालेलुया। 11वें अध्याय की 11वें आयत और 35th आयतों में बहनों के बारे में बताया गया है। 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലും 35-ാമത്തെ വാക്യത്തിലും മറ്റ് സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. आमीन प्रेज़ लॉर्ड, जिन्होंने बड़े दर्दों को सहा है, വളരെ വേദന സഹിച്ചവർ, आमीन जिन्होंने उस बैरननेस को महसूस किया है, കുഞ്ഞുങ്ങളില്ലാതെ ആമേൻ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ സ്ത്രീകൾ. हालेलुया। बहुत ही प्रेज़ लॉर्ड लॉसेस उन्होंने अनुभव किया, लेकिन फिर भी बाय फेथ, विश्वास के साथ उन्होंने उस दौड़ को पूरा किया വളരെ है। വേദനയിലൂടെ കടന്നുപോയവർ എങ്കിൽ പോലും വിശ്വാസത്താൽ അവരുടെ ഓട്ടം ഓടി തികച്ചവർ. हालेलुया। बहनों से एक बात और कहना चाहूंगा, शायद एक माँ के प्रेज़ लॉर्ड उस जिम्मेदारी में शायद आप पराजित हो गए होंगे। प्रेज़ लॉर्ड एक बेटी का जिम्मेदारी में शायद आप पराजित हो गया होगा। प्रेज़ लॉर्ड विभिन्न प्रकार के उस उत्तरदायित्व में हम शायद पराजित हो गया होगा। कोई बात नहीं, प्रेज़ लॉर्ड दौड़ बंद मत करो, बल्कि हमारे डिपेंडेंस, हमारे ट्रस्ट परमेश्वर के ऊपर डालते हुए इस दौड़ को हम पूरा करने का प्रयास करेंगे तो परमेश्वर हमें सहायता करने वाला परमेश्वर है। സഹോദരിമാരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഒരുപക്ഷെ ഒരമ്മ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മേളിലുള്ള മറ്റു പല ഉത്തരവാദിത്തങ്ങളുടെ മേളിൽ അമേൻ നമ്മൾ ഒരുപക്ഷെ പരാജയപ്പെട്ടവരെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അമേൻ എന്നാൽ സാരമില്ല, അത് കാര്യമാക്കേണ്ട വിഷയമില്ല. അമേൻ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. വിശ്വാസത്താൽ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം അമേൻ പഴയത് മറന്ന് നമുക്ക് മുന്നോട്ട് ഓടുവാനിടയായി തീരട്ടെ. आमीन। प्रेज़ लॉर्ड 12वें अध्याय की पहले आयत में लिखा गया है, जो कुछ भी प्रेज़ लॉर्ड जो वजन हमें पीछे की ओर खींचता है, उस सारे चीजों को छोड़कर हम आगे की ओर दौड़ना जरूरी है। 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്, നമ്മുടെ ഓട്ടത്തെ ഓടവാൻ സമ്മതിക്കാതെ പുറകോട്ട് നമ്മളെ പിടിച്ചു വയ്ക്കുന്ന സകലത്തെയും വിട്ടുകളഞ്ഞു വേണം ഓടുവാൻ. Let us throw off everything that hinders and the sin that so easily entangles us करके वहां पर बताया गया है। സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമുക്ക് ഓടുവാൻ തടസ്സമായിരിക്കുന്ന സകലതും വിട്ടുകളഞ്ഞ് മുന്നോട്ട് ഓടണം. दौड़ने वाला कभी भी सूट और कोट पहनकर नहीं दौड़ेगा। ഓടുന്നവര് വലിയ കോട്ടും സൂട്ടും ഇട്ടല്ല ഓടുന്നത്. क्या कभी आपने देखा है दौड़ने वाला, मैराथन दौड़ने वाला सूट और कोट टाई पहनकर नहीं दौड़ता है? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഓടുന്നവരാരും വലിയ സൂട്ടും കോട്ടും ഒന്നും ഇട്ടല്ല ഓടുന്നത്. हालेलुया। बल्कि सबसे हल्का वस्त्र पहनकर वो दौड़ने का प्रयास करते हैं। ഏറ്റവും ഭാരമില്ലാത്ത വസ്ത്രം ധരിച്ച് അവർ ഓടും. हालेलुया। प्रेज़ लॉर्ड। क्या हमें पीछे की ओर खींच रहा है, उसे भी हम देखना बहुत जरूरी है। നമ്മളെ എന്തെങ്കിലും പുറകോട്ട് വലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് क्या നോക്കണം. पाप की अनुभव हमें पीछे की ओर खींच रहा है, तो उसे छोड़कर दौड़ने के लिए प्रेरित पौलुस हमें स्मरण दिला रहा है। പാപത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് ഓടുവാൻ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. हालेलुया। लोथ के पत्नी को संसार उसके लिए बड़ा मुख्य था, इसके लिए आगे की ओर देखने के बगैर वो पीछे की ओर हर एक समय देखने वाला अनुभव उनको रहा है। ലോത്തിന്റെ ഭാര്യയ്ക്ക് അവൻ ലോകമായിരുന്നു താല്പര്യം, ലോകത്തോടായിരുന്നു തന്റെ ഇഷ്ടം. അതുകൊണ്ട് മുന്നോട്ടോടുന്നത് വിട്ട് അവൾ വിട്ടുകളഞ്ഞ പുറകിലേക്ക് താൻ നോക്കുവാൻ. हालेलुया। प्रेज़ लॉर्ड। और दौड़ने वाले सभी लोग प्रेज़ लॉर्ड आगे की ओर, एक लक्ष्य की ओर, एक डायरेक्शन, एक एम की ओर देखते हुए अपना दौड़ वो दौड़ रहा है। ഒരു ഓടുന്ന വ്യക്തി എപ്പോഴും തന്റെ മുന്നിലേക്കാണ് താൻ നോക്കുന്നത്, തന്റെ ലക്ഷ്യത്തിലേക്കാണ് തന്റെ നോട്ടം. हालेलुया। प्रेज़ लॉर्ड मसीह जिंदगी में शायद कुछ प्रेज़ लॉर्ड वजन उठाकर हमें चलना पड़ रहा होगा। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ വഹിക്കുന്ന ചില ഭാരങ്ങൾ एक ഉണ്ടായിരിക്കാം. बार एक भक्त व्यक्ति वो जब प्रेज़ लॉर्ड अपने सेवकाई के बाद में आकर थोड़ा जब विश्राम कर रहा था, तब वो एक दर्शन देख रहा है। ഒരു ക്രിസ്തീയ വിശ്വാസി ഒരിക്കൽ തന്റെ ക്ഷീണം വന്ന സമയത്ത് താൻ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു വന്ന് കിടന്നപ്പോൾ താൻ ഒരു ദർശനം കണ്ടു. वो अपने दर्शन में ऐसा देख रहा है कि ये व्यक्ति के कंधों पर बड़ा बोझ रखा है, बड़ा वजनदार बैग रखा है, और इस बैग वो खींच खींच कर वो आगे की ओर चल रहा है। താൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. താൻ കാണുമ്പോൾ തന്റെ പുറത്ത് വലിയൊരു ഭാരമുണ്ട്.
ആ ഭാരം താൻ ചുമന്നുകൊണ്ട് ആമേ വളരെ കഷ്ടപ്പെട്ട് നിരങ്ങി താൻ സഞ്ചരിക്കുകയാണ്. ये चलते चलते वो एक जगह पर आया जहां पर परमेश्वर के साथ उसका मुलाकात हो रहा है, और वो परमेश्वर को देखते ही कहा कि परमेश्वर, मेरा ये वजन बहुत ही प्रस्तुत भारी है, मुझे चलना बड़ा मुश्किल है. देखो वो लोगों का वजन बड़ा कम है, इनको वजन कम है, मुझे क्यों इतना वजन दिया है, इसके लिए थोड़ा सा वजन मेरा कम कर दो. താൻ ഇങ്ങനെ വലിഞ്ഞിഴഞ്ഞ് നടന്നു പോകുമ്പോൾ തനിക്ക് ദൈവവുമായി ഒരു കൂട്ടിമുട്ടലുണ്ടായി. ദൈവത്തെ താൻ കണ്ടുമുട്ടി. അവിടെ ദൈവത്തോട് താൻ പറയുകയാണ്, ദൈവമേ കണ്ടില്ലേ, ആമേൻ, എന്റെ ഭാരം എത്ര വലുതാണ്. ആ വ്യക്തിക്ക് ഭാരം കുറവാ, ഇവന് ഭാരം കുറവാ, അവനും ഭാരം കുറവാ. മറ്റുള്ളവരെ എല്ലാം നോക്കിയിട്ട് എനിക്ക് വലിയ ഭാരമാണ്, എനിക്കിതൊന്ന് കുറച്ചു തരണമെന്ന് ദൈവത്തോട് പറഞ്ഞു. हालेलुया. परमेश्वर ने कहा कि अमीन उन्हें एक बड़ा गोडाउन में लेकर जाता है, और प्रेज लॉर्ड उसके अंदर जैसे प्रवेश करता है वो देखता है कि बहुत अमीन बैग्स ऐसा रखा हुआ है. അവനെ ദൈവം ഒരു വലിയ ഗോഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കയറി ചെന്നപ്പോൾ അതിനകത്ത് ഒരുപാട് ഭാരങ്ങൾ വെച്ചിട്ടുണ്ട്. हालेलुया. उनसे कहा कि उसके बीच में आपका भी बैग उधर रख दो. അവനോട് പറഞ്ഞു, നിന്റെ ഭാരം കൂടി ഇതിനകത്തോട്ട് അങ്ങ് വെക്ക. हालेलुया. और उनसे कहता है कि आमीन प्रेज लॉर्ड इसके अंदर तुम चलो, और कितना आमीन जो वजन आप ले सकता है वो बैग आप ले लो. അവനോട് പറഞ്ഞു, നീ നടന്ന എല്ലാ ഭാരങ്ങളും എല്ലാ ബാഗുകളും നോക്കി നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് എടുക്കണ്ടേ ഒരു ബാഗ് നീ എടുത്തു. उसको चुनने का अनुमति दे देता है, और वो व्यक्ति एक वजन उठाता है, बोलता है कि ये तो बड़ा वजनदार है, ये मैं उठाकर चल नहीं पाऊंगा. परमेश्वर से कहता है कि परमेश्वर ये तो बहुत ही वजन है, प्रेज लॉर्ड इसके लिए मैं इसको उठा नहीं पाऊंगा. ദൈവം തന്നോട് പറഞ്ഞു, നീ നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു ബാഗും ഭാരവും നീ എടുക്കാൻ പറഞ്ഞു. അവൻ ആദ്യത്തെ ബാഗ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അത് വലിയ ഭാരമാണ്. ആമേൻ. അവൻ ദൈവത്തോട് പറഞ്ഞു, ഇത് എന്റേതിനേക്കാളും വലിയ കൂടിയ ഭാരമായി, ഇത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. और परमेश्वर कहा कि वो रख दो और दूसरा कोई और ले लो, बोलकर वो एक एक बैग उठाकर देखता है. प्रेज लॉर्ड सब उसके लिए बड़ा वजनदार लग रहा है. അവൻ ദൈവം അവനോട് പറഞ്ഞു, നീ എല്ലാ ബാഗുകളും നോക്ക്, നിനക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുക്കാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, അവൻ എല്ലാ ബാഗുകളും വളരെ ഭാരമുള്ളത്. हालेलुया. उठाते उठाते लास्ट में वो एक बैग के पास आया, उसको उठाया, उसने कहा कि हाँ परमेश्वर ये मेरे लिए ठीक है, ये उठाकर मैं चल पा रहा हूँ, इसके लिए ये ठीक है, ये मैं उठा लूंगा करके कहता है. അവൻ അവിടെയുള്ള സകല ബാഗുകളും നോക്കി 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 അവസാനം ഒരു ബാഗിന്റെ അടുത്ത് വന്ന് അവൻ എടുത്തിട്ട് പറഞ്ഞു, ഹാ ഇത് എനിക്ക് അവൻ എടുത്തോണ്ട് നടക്കാൻ പാകത്തിനുള്ള ഭാരമേ ഉള്ളൂ, ഇത് ഞാൻ എടുത്തോളാം. ये उठाकर मैं चल पा रहा हूँ, इट्स कंफर्टेबल फॉर मी, बोलकर वो उठाने के लिए तैयार हो जाता है. ഇതെടുത്ത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല, ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് താൻ അത് എടുത്തു. परमेश्वर उससे कहता है कि वो बैग में नाम थोड़ा देख लो, लेबल किसका लगाया है, थोड़ा नाम देख लो करके कहता है. ദൈവം പറഞ്ഞു, നീ ആ ബാഗ് എടുത്ത് നോക്ക്, അതിന്റെ പേരെന്താ എഴുതിയിരിക്കുന്നത് നീ ഒന്ന് നോക്ക്. वो अपना वो बैग जो उठाए उसमें लेबल पड़ता है, तो वो अपना ही नाम लिखा हुआ था. അവൻ ആ ഭാരം എടുത്ത് അതിന്റെ പേര് വായിച്ചു നോക്കിയപ്പോൾ അവന്റെ പേര് തന്നെ അതിൽ എഴുതിയിരിക്കുന്നു. हालेलुया. परमेश्वर कहता है कि प्रेज लॉर्ड तू जो उठाकर लेकर आया था वही बैग है. प्रेज लॉर्ड बाकी सभी बैग से सबसे हल्का तेरा ही बैग है. तेरा प्रेज लॉर्ड क्षमता मैं जानता हूं, उसके अनुसार ही वजन मैं तेरे लिए देने वाला हूं. അവനോട് ദൈവം പറഞ്ഞു, നീ എടുത്തോണ്ട് വന്ന ഭാരമുള്ള ബാഗ് തന്നെ അത്. ആമേൻ. നിനക്ക് എത്രമാത്രം ഭാരമെടുക്കുവാൻ കഴിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ കൂടുതൽ വചനം ഈ ഭാരമൊന്നും ഞാൻ നിനക്ക് തരത്തില്ല, നിനക്ക് കഴിവിനനുസരിച്ച് നിനക്ക് തന്നിട്ടുള്ളൂ. यहाँ पर बैठे हुए सभी लोग वजन उठा रहे हैं, लेकिन प्रेज लॉर्ड जितना आपका क्षमता है उतना ही परमेश्वर आपको उस वजन उठाने के लिए दिया है. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഭാരം വഹിക്കേണ്ടതായിട്ടുണ്ട്. അവരവർക്കുള്ള ഭാരം ആമേൻ ദൈവം നമ്മൾക്ക് സഹിക്കുവാനും വഹിക്കുവാനും കഴിയുന്നതിനപ്പുറമായി നമ്മൾക്ക് തരുന്നില്ല. आपको लगता है कि आपका जो बीमारी है पड़ोसी को नहीं है, आप जिस स्थिति से होकर जा रहे हैं उनको नहीं है करके आपको लगता होगा, लेकिन उनको कहीं ना कहीं और प्रकार की वजन उनको दिया है. प्रेज लॉर्ड आपकी क्षमता के अनुसार ही आपको परमेश्वर ने बोझ दिया है. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭാരത്തെക്കാളും ആമേൻ അടുത്തുള്ളവന്റെ ഭാരം കുറവാണ്. അവന്റെ രോഗത്തെക്കാൾ നമുക്ക് കൂടുതൽ രോഗമുണ്ട്. ആമേൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ ഭാരമാണെന്ന് നമ്മൾക്ക് തോന്നിയാലും വാസ്തവത്തിൽ ദൈവത്തിന് ആമേൻ നമ്മുടെ ക്ഷമതയ്ക്കനുസരിച്ചും കഴിവിനനുസരിച്ചും മാത്രമേ ഭാരം നമ്മൾക്ക് തരുന്നുള്ളൂ. फिलिपियों की पत्री उसके 3:14 में हमने पढ़ा कि प्रेज लॉर्ड मेरे सामने रखा हुआ उस दौड़ को
प्रेस लॉर्ड बड़े हिम्मत के साथ दौड़ना जरूरी है। ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു 3:14 നമ്മൾക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമ്മൾ ഓടണം. हमें प्रेस लॉर्ड पुराना पास्ट बड़े दर्द देने वाला होगा, क्लेश से भरा होगा, लेकिन उसकी ओर हमारे ध्यान ना जाए, बल्कि प्रेस लॉर्ड आगे की ओर देखकर हम दौड़ना जरूरी है। നമ്മുടെ പഴയ കാലം ഒരു പക്ഷേ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതായിരിക്കാം. ആമേൻ. നല്ല ചിന്തകൾ ആമേൻ നമുക്ക് തരുന്നതായിരിക്കത്തില്ല, ഭാരമുള്ളതായിരിക്കാം. പക്ഷെ അതിനെ വിട്ടിട്ട് മുന്നോട്ടുള്ള ഓട്ടം നമ്മൾ ഓടണം. बार बार पीछे देखने के कारण शायद आप गिर सकता है, इसके लिए हम पीछे की ओर ना देखे, आगे की ओर देखकर हम दौड़ना जरूरी है। വീണ്ടും വീണ്ടും പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓടി വീഴുവാൻ, തട്ടി വീഴുവാൻ സാധ്യതയുള്ളത് കൊണ്ട് മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ നോക്കി ഓടണം. इसराइलियों के बारे में हमें गिनती का पुस्तक उसके 11वें अध्याय 5वीं आयत में ऐसे हम पढ़ते हैं कि इसराइली के लोग हर एक समय मिस्रैम के बारे में याद करते रहा, इसके लिए वे कनान के देश तक पहुंच नहीं पाया। സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അവർ ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. അവർ പിന്നെയും പിന്നെയും അവരുടെ മിസ്രയീമിൽ അവർക്ക് ലഭിച്ച വിഷയങ്ങളെ കുറിച്ചും മിസ്രയീമിലെ ചിന്തകളെ കുറിച്ചും തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് അവർക്ക് ആമേൻ അവർ പട്ടുപോകുവാൻ അല്ലെങ്കിൽ പരാജയപ്പെടുവാൻ ഇടയായി. हालेलुया। वो हर एक समय कहते हैं कि मिस्र में हमको बर्गर मिलता था, KFC मिलता था, प्रेस लॉर्ड हम सूट पहनकर चलते थे, बड़े बड़े इमारतों में रहते थे। मिस्रैम का जो उन्होंने अनुभव ही नहीं किया है, ऐसे बड़े बड़े स्वप्न देखते हुए वो हर एक समय मर्मरिंग करते रहते थे। അവർ എപ്പോഴും മിസ്രയീമിലെ ആമേൻ കാര്യങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ആമേൻ ഒരുപാട് കഴിക്കുവാനുണ്ടായിരുന്നു, നല്ല നല്ല ആഹാരം ഉണ്ടായിരുന്നു, വസ്ത്രമുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് ഇവർ പെറുപെറുക്കുവാനിടയായി. हालेलुया। वो मर्मरिंग करने के कारण, पिछले बीता हुआ कल के बारे में सोचने के कारण आने वाला वायदा में वे प्रवेश कर नहीं पाया। അവർ പിന്നിലുള്ളതിനെ ചിന്തിക്കുവാനിടയായി തീർന്നതുകൊണ്ട് മുന്നിലുള്ള വാഗ്ദത്ത ദേശം അവർ പ്രവേശിച്ചില്ല. हालेलुया। और केवल यही नहीं, इस दौड़ में कुछ नियम है, उस नियम का पालन भी करना बहुत जरूरी है। നമുക്ക് ഓട്ടത്തിന് ചില നിയമങ്ങളുണ്ട്, നിയമം അനുസരിച്ച് ഓടണം. हालेलुया। उसमें कोई शॉर्टकट नहीं है, हम किसी भी बातों में कॉम्प्रोमाइज नहीं कर पाएंगे, हमारे कन्वीनियंस देखकर हम दौड़ने के लिए नहीं बुलाए गए हैं। നമ്മുടെ ഓട്ടത്തിനകത്ത് നമുക്ക് കുറുക്കുവഴി തിരഞ്ഞെടുക്കുവാൻ കഴിയത്തില്ല, എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്ത് ഓടുവാൻ കഴിയത്തില്ല. നമ്മുടെ സൗകര്യം അനുസരിച്ചല്ല നമ്മൾ ഓടേണ്ടത്. वचन के साथ या मसीह जिंदगी के साथ हम कॉम्प्रोमाइज करने के लिए नहीं बुलाए गए हैं। ദൈവവചന വ്യവസ്ഥയുമായി വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു ഓട്ടം ദൈവം പറയുന്നില്ല. हमारे कन्वीनियंस, हमारे सुविधाओं के अनुसार हालेलुया इस दौड़ को दौड़ने के लिए नहीं बुलाए गए हैं, നമ്മുടെ സൗകര്യവും സുഖവും അനുസരിച്ചല്ല നമ്മുടെ ഓട്ടം നമ്മൾ ഓടേണ്ടത്. बल्कि इस दौड़ के लिए कुछ रूल्स एंड रेगुलेशंस बताया गया है। उस रूल्स के अनुसार यदि हम दौड़ेंगे तो ही हम विजय प्राप्त कर पाएंगे। നമ്മുടെ ഓട്ടത്തിന് ചില നിയമങ്ങളുണ്ട്, നിയമപ്രകാരം ഓടിയെങ്കിൽ മാത്രമേ വിരുദ്ധ ലഭിക്കുകയുള്ളൂ. कितने लोगों ने फुटबॉल देखा है? നിങ്ങൾ എത്ര പേര് ഫുട്ബോളിന്റെ കളി കണ്ടിട്ടുണ്ട്? फुटबॉल मैच देखा है? എല്ലാവരും ഫുട്ബോളിന്റെ മാച്ച് കണ്ടിട്ടുണ്ട്. हालेलुया। फुटबॉल में कुछ रूल्स एंड रेगुलेशंस हैं। ഫുട്ബോളിൽ ചില നിയമങ്ങളുണ്ട്. हालेलुया। प्रेज लॉर्ड, जब प्रेज लॉर्ड उस बॉल को लेकर आगे जा रहा है, यदि कोई फाउल हुआ तो रेफरी जरूर विसिल मारेगा। ആ ബോൾ തട്ടിക്കൊണ്ട് പോകും മുന്നോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ റഫറി വിസിലടിക്കും. हालेलुया। एक व्यक्ति प्रेज लॉर्ड बॉल बड़े तेजी से लेकर जा रहा है, रेफरी ने विसिल मारा, उसने नहीं सुना। हालेलुया। दौड़ कर जाकर बॉल गोल पोस्ट में मार दिया और वो हाथ उठाकर चिल्ला चिल्लाकर पूरा सेलिब्रेट कर रहा है। ഒരുവന് ഒരിക്കൽ ആമേൻ അവൻ ഗോൾ അടിക്കുവാനായിട്ട് അവൻ ബോൾ തട്ടിക്കൊണ്ടു വന്നു. ആമേൻ അവന്റെ കാലിൽ ഒരു ഫൗള് സംഭവിച്ചു, റഫറി വിസിലടിച്ചു. പക്ഷെ ഇവൻ ഇതൊന്നും കേൾക്കുന്നില്ല. വലിയ ആവേശത്തില് ബോള് വലിച്ചടിച്ച് താൻ ഒരു വലിയ ഗോൾ അടിച്ചതിന് ശേഷം കൈയും കാലും അടിച്ച് അവൻ വലിയ ചാട്ടവും ബഹളവും സന്തോഷവും. हालेलुया। वो सेलिब्रेट तो कर रहा है, मुड़कर देखा, उसके साथ जो लोग थे किसी ने भी उनको अप्रिशिएट नहीं किया, किसी ने ताली नहीं बजाया, ऑडियंस भी ताली नहीं बजा रहा है। उसने सोचा कि अरे ये क्या हो गया, इतना बड़ा गोल मारा है, फिर क्यों लोग मेरा अप्रिसिएशन नहीं कर रहा है। അവൻ വലിയ ആവേശത്തെ സന്തോഷിച്ചുകൊണ്ടിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ കൂടെയുള്ള ടീമിൽ ആരും സന്തോഷിക്കുന്നില്ല.
അവൻ കാണികൾ ആര് സന്തോഷിക്കുന്നില്ല. അവൻ ചിന്തിക്കുകയാണ്, എടാ ഞാൻ ഇത്രയും വലിയ ഗോൾ അടിച്ചിട്ട് ഇവരാരും എന്താ എന്നെ ഒന്ന് अभिनंदिकातद। हालेलुया। उसने पूछा कि क्यों आप लोग ताली नहीं बजा रहे? तब कहा कि प्रेज लॉर्ड, आप जैसे बॉल लेकर जा रहे थे, आपने एक फाउल किया, तब रेफरी ने ऑलरेडी विसिल बजाया था, उसके बाद में आप कितना भी गोल मारे वो गोल नहीं है। हालेलुया, प्रेज लॉर्ड। काफी बार हमें भी ऐसा ही है, परमेश्वर ने काफी बार हमें वार्निंग दिया, लेकिन हम तो सुन ही नहीं रहा है, हम तो बड़े गोल मारते जा रहा है। അവർ എല്ലാവരും പറഞ്ഞു, ടീമിലുള്ളവർ പറഞ്ഞു, നീ കണ്ടില്ലയോ, നീ ബോൾ അടിച്ചപ്പോൾ നിന്റെ കാലില് ഫൗള് വന്നു, ആമേ റഫറി വിസിലും അടിച്ചു, നീ അതും കേട്ടില്ല, എന്നിട്ട് നീ മുന്നോട്ട് പോയി അടിച്ച ഗോളാണ്. ആമേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. ദൈവം നമ്മൾക്ക് വരുന്ന തെറ്റുകൾ, ഫൗളുകൾ കണ്ട് വിസിലടിച്ച് വാണിംഗ് തന്നിട്ടും ഇതൊന്നും നമുക്ക് കേൾക്കുവാൻ സമയമില്ല. നമ്മൾ ഗോൾ അടിച്ചെന്നുള്ള വലിയ ആവേശത്തിൽ आमेन നമ്മൾ ഇങ്ങനെ പോവുകയാണ്. सच में स्वर्ग में जाने के बाद वहां पर हम 100 गोल मारा बोलकर सेलिब्रेट करने के लिए उधर जा रहे हैं. നമ്മുടെ സ്വർഗ്ഗത്തിലേക്കുള്ള പോക്കിൽ നമ്മൾ അവിടെ ചെന്ന് 100 ഗോൾ അടിച്ചതിന്റെ കണക്കിൽ സന്തോഷിക്കാനായിരിക്കും. वहां पर जाकर जब नाम लिखेगा जिजो जॉर्ज और उस स्कोर बोर्ड में मैं 100 गोल देखने के लिए ऐसा इंतजार कर रहा हूं, तब वहां पर लिखा है 3 गोल करके लिखा आएगा. അവിടെ സ്വർഗത്തിൽ ചെന്ന് ആമേൻ ജിജോ ജോർജ് എന്നുള്ള പേരിന്റെ മുന്നിൽ 100 ഗോൾ അടിച്ച സ്കോർ ബോർഡിൽ 100 എന്ന് കാണുവാൻ ഞാൻ നിൽക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു 3 എണ്ണമേ ഉള്ളൂ. हालेलुया। बाकी 97 जो गोल मैंने मारा था वो सब फाउल के बाद में हुआ, विसल बजाने के बाद में हुआ, गलती होने के बाद में हुआ है, उसे गोल नहीं गिना जाता है। लेकिन जो व्यवस्था के अनुसार जो गोल है वही वहां गिनती में आएगा. അവിടെ ബാക്കിയുള്ള 97 ഫൗൾ ആയതിനു ശേഷം അല്ലെങ്കിൽ വാണിംഗ് ലഭിച്ച് സംഭവിച്ച തെറ്റ് സംഭവിച്ചതിന് ശേഷമുള്ള ഗോളാണ് വ്യവസ്ഥ പ്രകാരമുള്ളതിന് മാത്രമേ കണക്കുള്ളൂ. यदि हम उसे रेक्टिफाई ना करें और फिर हम कहते हैं कि मैंने वो सेवकाई किया, ये सेवकाई किया, परमेश्वर कहेगा कि मेरे नजर में तो वो गोल नहीं मुझे पता चल रहा है बोलकर उसे इनकार कर देगा. നമുക്ക് വന്ന് സംഭവിച്ച തെറ്റിനെ തിരുത്താതെ അതിനെ പറഞ്ഞു തീർക്കാതെ നമ്മളെ ശുശ്രൂഷയിലായിരുന്നാലും എത്ര ഗോൾ അടിച്ചാലും ഇതൊന്നും ദൈവസന്നിധിയിൽ കണക്കില്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? आप सब इधर है? हालेलुया, प्रेज द लॉर्ड, हालेलुया. व्यवस्था के अनुसार इस दौड़ को पूरा करना बहुत जरूरी है. വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നിയമത്തിനനുസരിച്ച് ഓട്ടം ഓടണം. एक बार केरला में एक चर्च में आराधना के बीच में बहुत बड़ा एक लड़ाई हो जाता है. ഒരിക്കൽ കേരളത്തിൽ ഒരു സഭയിൽ ആരാധനയുടെ നടുവിൽ വലിയ വഴക്കുണ്ടായി. हालेलुया. और बाहर से आने वाला लड़ाई नहीं किया है, चर्च के अंदर ही कुछ बातों में लड़ाई हो गया है. ചർച്ചിന്റെ പുറത്തെ വഴക്കല്ല, ചർച്ചിനകത്തുള്ളവരുടെ വഴക്കിന്റെ കാര്യമാ പറഞ്ഞത്. हालेलुया. लड़ाई हो गया और आराधना 12:30 बजे खत्म होना था, वो 1 बज गया, 2 बज गया, 3 बज गया, जब 4 बज गया तब लड़ाई ऐसे ही बढ़ते ही जा रहा है. ഒരു 12:30 തീരേണ്ട ആരാധനയാണ്, വഴക്ക് തുടങ്ങി 1:30, 2:30, 3:30, 4 മണി വരെ ഇതിങ്ങനെ തുടർന്ന് അത് കൂടി വരികയാണ്. हालेलुया. जैसे ही 4 बज गया तो एक अचायन वहां से उठकर कहा कि पास्टर जी जल्दी प्रार्थना करके बंद करो, क्योंकि 5 बजे हमें परस्योगम के लिए जाना है. അവിടെ 4 മണി ആയപ്പോൾ വഴക്ക് കൂടി വന്നപ്പോൾ ഒരു കർത്തൃദാസൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, പാസ്റ്ററെ പ്രാർത്ഥിച്ച് വേഗം നിർത്ത്, നമുക്ക് പബ്ലിക് മീറ്റിംഗിന് പോകണം. हालेलुया. हमें प्रेज लॉर्ड जाके पब्लिक के लिए मीटिंग करना है, इसके लिए प्रार्थना करके बंद कर दो करके. നമുക്ക് ഒരു പരസ്യ യോഗത്തിന് പോകേണ്ടതുണ്ട്, പെട്ടെന്ന് പ്രാർത്ഥിച്ചു अरे നിർത്തുക. 4 बजे तक आपने लड़ाई किया और परस्योगम कहां पर जाकर आप करने वाले हैं? 4 മണി വരെ നല്ല വഴക്കുണ്ടാക്കിയിട്ട് ആർക്ക് വേണ്ടി മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. आपको समझ में आ रहा है? आप लोग समझ आ रहे हैं? हालेलुया, प्रेज लॉर्ड. जो करेक्शन करना है वो नहीं हो रहा है, बल्कि सेवकाई के ऊपर सेवकाई तो करते ही हम जा रहे हैं. നമ്മൾ സോൾവ് ചെയ്യേണ്ട വിഷയത്തിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാതെ ഏത് മീറ്റിംഗ്, ഏത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? हालेलुया. हम प्रार्थना कर रहे हैं, जोर जोर से प्रार्थना कर रहे हैं, जोर जोर से गीत गा रहे हैं, सब कुछ हम कर रहे हैं, लेकिन हालेलुया जो व्यवस्था के अनुसार तैयार करना है उसे तैयार किए बगैर हम जो कुछ भी कर रहे हैं, परमेश्वर तो उसे वहां पर गिनती में भी नहीं गिनता है.
അവിടെ നമ്മൾ വലിയ ആരാധനയും പ്രാർത്ഥനയും വലിയ ഒച്ചപ്പാടും ബഹളവും എല്ലാം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക. എന്നാൽ പ്രശ്നം പരിഹരിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന വ്യവസ്ഥയിൽ നമ്മൾ നിലനിൽക്കാതെ നമ്മൾ എന്തെല്ലാം ഒച്ചപ്പാടും ബഹളവും വെച്ചാലും ഇതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്കിലുള്ള. हालेलुया, रन द रेस हमारे सामने रखा उस दौड़ को हम दौड़ना है. हालेलुया, उसके बीच में मुश्किलें आएगा, समस्या आएगा, हमें पीछे खींचने के लिए बहुत सारे प्रेज़ लॉर्ड बातें आ सकता है, लेकिन उसकी ओर हम ध्यान ना दे. आगे रखा उस लक्ष्य की ओर हमारे हम दौड़ कर पूरा करना जरूरी है. ഓട്ടത്തിനിടയിൽ അനേകം പ്രയാസങ്ങളും ജീവിതത്തിൽ കഷ്ടങ്ങളും ഒക്കെ വരുമെന്നാൽ ആമേൻ അതിനെ ഒന്നും ലക്ഷ്യമാക്കാതെ അതിനെ ഒന്നും കാര്യമാക്കാതെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് സ്ഥിരതയോടെ ഓടുവാനിടയായി തീരും. बीमारी आ सकता है, क्लेश आ सकता है, उपद्रव आ सकता है, पीड़ाओं से शायद होकर जाना पड़ेगा, लेकिन कोई बात नहीं. पौलुस कहता है मेरे सामने एक लक्ष्य रखा है. मसीह यीशु, he is the finisher of my faith. उसने उस दौड़ को पूरा किया है. यीशु की ओर देखते हुए मैं मेरा दौड़ पूरा कर रहा हूँ. ഓട്ടത്തിന് നടുവിൽ രോഗങ്ങൾ വരാം, കഷ്ടങ്ങൾ വരാം, വേദനകളും പ്രയാസങ്ങളും അപമാനങ്ങളും ഒക്കെ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ ഒന്നും നമ്മൾ കാര്യമാക്കരുത്. ആമേൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായി ഓട്ടം ഓടി തികച്ച ഒരു കർത്താവ് നമ്മൾക്കുണ്ട്. ക്രിസ്തുവിനെ നോക്കി നമ്മുടെ ഓട്ടം ഓടി തീർക്കുവാനിടയാകട്ടെ. पड़ोसी नहीं दौड़ा बोलकर आप दौड़ बंद करने के लिए नहीं बुलाया है. അയൽവക്കക്കാരൻ ഓടാത്തത് കൊണ്ട് നമ്മൾ ഓട്ടം നിർത്തേണ്ട ആവശ്യമില്ല. आजकल कलीसियाओं में हम वही देखते हुए आ रहे हैं. पड़ोसी ताली नहीं बजा रहा है, इसके लिए मैं भी ताली नहीं बजाऊंगा. സഭയിൽ ഇന്ന് കാലഘട്ടത്തിൽ ഇതാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്നവൻ കൈകൊട്ടിയില്ല, അതുകൊണ്ട് ഞാനും കൊട്ടിയില്ല. पड़ोसी प्रार्थना नहीं कर रहे, इसके लिए मैं भी प्रार्थना नहीं करूंगा. അടുത്തിരുന്നവൻ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നില്ല. पास्टर फलाना व्यक्ति मीटिंग में नहीं आया, इसके लिए मैं भी नहीं आया. അവൻ വരാത്തത് കൊണ്ട് ഞാനും മീറ്റിംഗിന് വന്നില്ല. हालेलुया, आप उनको देखकर दौड़ रहे हैं या मसीह यीशु को देखकर दौड़ रहे हैं? നാം അവനെ നോക്കിയാണ് ഓടുന്നത്, കർത്താവിനെ നോക്കി ഓടുകയാണ്. आपके सामने दौड़ पूरा किया हुआ एक मसीह यीशु है. अनेक पीड़ाएं, कष्ट, क्लेश, दर्दों से, अपमान के अनुभव से भी होकर जाना पड़ा, लेकिन फिर भी यीशु ने उस दौड़ को पूरा किया है. നമുക്ക് മുന്നിൽ ഓട്ടം ഓടി തികച്ച ഒരു കർത്താവുണ്ട്. ജീവിതത്തിൽ തന്റെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ആമേൻ അപമാനങ്ങളും എല്ലാം ആമേൻ സഹിച്ചവനാ. പക്ഷെ അതിനെ അലക്ഷ്യമാക്കി കർത്താവ് തന്റെ ഓട്ടം ഓടി തീർക്കുവാനിടയായി. Look on to Jesus. यीशु की ओर हम देखे. हालेलुया, उसने बहुत तनाव सहा है, बिट्रायल सहा है, बहुत ही क्लेश सहा है, फिर भी उसके सामने रखा उस दौड़ को उसने पूरा किया है. കർത്താവിനെ നമ്മൾക്ക് നോക്കാം. വളരെയധികം തിരസ്കരണം അനുഭവിച്ചവൻ, അവൻ ഒറ്റിക്കൊടുക്കൽ അനുഭവിച്ചവൻ, ജീവിതത്തിൽ വേദന അനുഭവിച്ചവൻ, എന്നിട്ടും അവൻ കർത്താവ് തന്റെ ഓട്ടം ഓടി തീർക്കുവാനിടയായി തീർന്നു. അവനെ നോക്കി നമുക്ക് ഓടാം. यूहन्ना 19 का 30वें आयत में ऐसा लिखा गया है, इट इज फिनिश्ड. मैंने ये दौड़ पूरा किया है. उस क्रूस पर यीशु कहता है इट इज फिनिश्ड. हालेलुया, प्रेज़ लॉर्ड. सही प्रकार दौड़ पूरा किया हुआ एक मसीह यीशु है जो हमारे लिए एक रोल मॉडल है. यीशु की ओर देखते हुए हमारे दौड़ हम पूरा करने पाए. യോഹന്നാന്റെ സുവിശേഷം 19:30 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പറയുകയാണ് സകലതും പൂർത്തിയായി, ആമേൻ, സകലതും നിവർത്തിയായി എന്ന് പറയുമ്പോൾ കർത്താവ് ആമേൻ തന്റെ ഓട്ടം തന്നെ ഏൽപ്പിച്ച ആമേൻ സകലതും താൻ തികച്ചു, ശുശ്രൂഷ പൂർത്തിയാക്കി എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. Never give up, never give up. हालेलुया, कुछ भी हो जाए लेकिन पीछे ना हटे, थक ना जाए. हमें आगे की ओर देखते हुए हमारे दौड़ हम पूरा करने पाए. हालेलुया, प्रेज़ लॉर्ड. संसार में पीछे खींचेगा, प्रेज़ लॉर्ड. संसार की बातें हमें निराश कर देंगे, लेकिन संसार की ओर देखकर हम पीछे हटने के लिए नहीं बुलाए गए हैं. मसीह यीशु को देखकर इस दौड़ को पूरा करने के लिए इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिया परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं. परमेश्वर सबको अनुग्रह और आशीषों से भरने पाए.
यदि परमेश्वर का योजना है तो फ्राइडे को हम प्रेज लॉर्ड एक मिशन ट्रिप के लिए हम जा रहे हैं। कुछ विलेजेस में भी, कुछ यहाँ से करीबन 300 किलोमीटर दूर के हमारे परमेश्वर के दासगण जहाँ पर सेवकाई करते हैं, उस विलेजेस में सेवकाई के लिए हम जाने के लिए आग्रह कर रहे हैं। प्रार्थना करें। अभी का परिस्थिति नहीं है, हम जानते हैं, लेकिन परमेश्वर की सुरक्षा होना बहुत जरूरी है। आप लोगों से प्रार्थना मांगते हैं, निरंतर प्रार्थना में उठाए रखिएगा। परमेश्वर सबको अनुग्रह और आशीषों से भरे। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन।